Hello, welcome to market discussion of the day. Today, 29th May 2025, Thursday ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ന് GDP അനൗൺസ്മെൻ്റ് ഡേ ആണ് അല്ലേ. GDP ഇന്ന് US നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GDP അനൗൺസ്മെൻറ്റ് ഇന്നാണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ന്യൂസ് ഇന്ന് രാത്രി തന്നെ ഇന്ന് US സെഷനിൽ US നിന്ന് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ന്യൂസും വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ അത് ചിലപ്പം GDP അനൗൺസ്മെൻറ്റിനെ കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആകുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. US സെഷൻ US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷമായിരിക്കും നമ്മൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും പോകുന്നത്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ അതിന് മുന്നേയായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സുകൾ എല്ലാ ചൊവ്വാഴ്ചകളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാത്രി 7:30-ക്കും 10:30-ക്കുമാണ് ക്ലാസ് നടക്കുന്നത്. ബേസിക് ആയിട്ടുള്ളൊരു കോഴ്സാണ്. എന്താ പറയുക, ആ ഒരു ടൈമിൽ നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഡെയിലി ബേസിൽ മാർക്കറ്റ് ഡിസ്കഷൻസ് ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ അതിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലായില്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഫോറക്സ് പഠിക്കണം എങ്കിൽ ജൂലൈ 1-ാം തീയതി നമ്മളുടെ പെയ്ഡ് ഫോറക്സ് ട്രേഡിംഗ് സെഷനും നടക്കുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ അറിയാനായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു പോവാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡിൽ നമുക്കിന്ന് പൊളിറ്റിക്കലായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, നമ്മുടെ US പ്രസിഡന്റ് ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്ന പല രാജ്യങ്ങൾക്കെതിരെയും ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്ന താരിഫ്, ഇപ്പോൾ നേരത്തെ ചൈനയ്ക്കെതിരെ ഇംപ്ലിമെൻ്റ് ചെയ്തു, ബാക്കി ലോകത്ത് യൂറോപ്പിനെതിരെ ഇംപ്ലിമെൻ്റ് ചെയ്തു, ഇന്ത്യക്കെതിരെ ഇംപ്ലിമെൻ്റ് ചെയ്തു. എല്ലാ രാജ്യങ്ങൾക്കും എതിരെ ഇംപ്ലിമെൻ്റ് ചെയ്ത താരിഫ് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് US പ്രസിഡന്റിന് അധികാരമില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ കോടതിയിൽ നിന്ന് വന്ന് ഇതിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ്, നോർമലി ഒരു കോടതിയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നോർമലി കുറച്ച് ജഡ്ജിമാർ അതിനെതിരെ നിൽക്കാറുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ ആൾക്കാരും ഇതിനെതിരെ ആണ് നിന്നത്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെതിരെയാണ് നിന്നത്, അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന് എതിരെയാണ് നിന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അത് എന്തായി തീരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പം താരിഫ് ഇല്ലാതിരിക്കും എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ അതിൻ്റെ ഒരു അങ്ങനൊരു വാർത്ത വന്ന സമയത്തായിരുന്നു ഈ ഒരൊറ്റ ക്യാൻഡിൽ 3285 നിന്ന് 3252 ലെവലിലോട്ട് മാർക്കറ്റ് പോയത്. സോ അതിനുശേഷം മാർക്കറ്റ് റിക്കവറായി ഇപ്പം 3279 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. അത് ബ്രേക്ക് ചെയ്യും, 80 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോ അവിടെ തന്നെ പിടിച്ച് നിൽക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റ് മുകളിലോട്ട് പോകും ഗോൾഡിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ അത് അൺസർട്ടനിറ്റിയാണ്. അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. നേരെ ഇത് താഴോട്ട് പോവുകയും അതേപോലെ തന്നെ JPY ഒക്കെ മുകളിലോട്ട് പോകുന്നതൊക്കെ കാഴ്ച നമുക്ക് കാണാൻ പറ്റി വരുന്നത്. എന്താ റീസൺ എന്ന് വെച്ചാൽ US ഡോളറിന് ശക്തി വന്നതാണ്. അതിനെ പ്രമാണിച്ചിട്ടാണ് ഗോൾഡ് താഴോട്ട് പോവുകയും JPY ഒക്കെ മുകളിലോട്ട് പോവുകയും ചെയ്തത്. സോ ഇതാണ് എന്താ പറയുക, നമ്മുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, നമ്മുടെ GDP അനൗൺസ്മെൻറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവാം. GDP അനൗൺസ്മെൻറ്റ് നമുക്ക് എത്ര മണിക്കാണിത്? എനിക്ക് തോന്നുന്നത് 1:30 മണിക്കാണ് GDP അനൗൺസ്മെൻറ്റ് വരുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എക്കണോമിക് കലണ്ടർ എടുക്കുക, അതിനകത്ത് നോക്കുക എത്ര മണിക്കാണെന്ന് നോക്കുക. ഇന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല. GDP അനൗൺസ്മെൻറ്റ് 1:30 മണിക്ക് GDP അനൗൺസ്മെൻറ്റ് ഉണ്ട്. അതിനുശേഷം എല്ലാ വ്യാഴാഴ്ചയും വരുന്നത് പോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നുണ്ട്. അതിനുശേഷം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് നടക്കുന്നുണ്ട്. അത് GBPയെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. ഇത്രയാണ് ഇന്നത്തെ ദിവസത്തെ ന്യൂസ്. അപ്പോൾ 1:30 മണിക്ക് മുന്നേ ആയിട്ട്, അതായത് ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് തോന്നുന്നു ഒരു 4 മണി 5 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക.
എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് എന്താ പറയുക നമ്മുടെ ഇപ്പോൾ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ ടെക്നിക്കലി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ JPY നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. JPY 145.294 ഈ റേഞ്ചിൽ നിൽക്കുകയാണ്. ഓക്കെ, സോ ഇനി എങ്ങോട്ട് എന്നുള്ളൊരു എനിക്കറിയില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. 142 അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വലിയൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 142 അവിടെ ബൈ ഉണ്ടായിരുന്നു, നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി ഫണ്ടമെന്റൽ സൈഡ് ഒക്കെ വന്ന് കഴിഞ്ഞ് GDP അനൗൺസ്മെന്റ് ആണ്, അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തിട്ട്, കാരണം ഇന്ന് GDP ഉണ്ട്, അതിന്റെ പുറമെ US മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇതിന്റെ ഇമ്പാക്റ്റും ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിന്റെ ഇമ്പാക്റ്റും ഇന്നുണ്ടാവും. സോ അത് എങ്ങോട്ടാണ് മാർക്കറ്റിനെ കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പം JPYയുടെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അറിയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പം ഇവിടെ കറണ്ട് പോയതാണ്. ഇവിടെ എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് പോകും. ഓക്കെ, സോ അനങ്ങുമ്പോൾ വീണ്ടും ലൈറ്റ് വരും. ഓക്കെ, സോ എന്താ പറയുക, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു? ഓക്കെ, JPY 145.32. സോ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ ഇപ്പം നമുക്കൊരു ബൈ എൻട്രി ഇല്ല. ഓക്കെ, സെല്ലിലോട്ട് നിൽക്കാനും പറ്റില്ല. കാരണം ഇന്ന് പൊളിറ്റിക്കലി നമ്മുടെ GDP അനൗൺസ്മെന്റിന് ശേഷം നേരെ US മാർക്കറ്റ് ഓപ്പൺ ആവും. US മാർക്കറ്റ് ഓപ്പൺ ആവുമ്പം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല, അല്ലേ? സോ ബെറ്റർ ഇന്ന് JPYയിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും. കാരണം അവിടെ ഒരു അൺസർട്ടനിറ്റി ആണ്. ഓക്കെ, ചിലപ്പോൾ ഇപ്പോൾ പോയതുപോലെ 148 നിൽക്കില്ല, 162 കഴിഞ്ഞ വട്ടം പോയ ഏറ്റവും വലിയ ഹൈ JPYയുടെ ഏറ്റവും വലിയ ഹൈയിലോട്ടൊക്കെ പോകാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ 1.1293 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ നിൽക്കുന്നു. പക്ഷേ യൂറോയിൽ പൊളിറ്റിക്കലായിട്ടുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ചെയർമാൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എനിക്ക് ഉറപ്പില്ല. അപ്പം പുള്ളിക്കാരത്തി വന്നിട്ട് പുള്ളിക്കാരത്തി വന്നിട്ട് എന്താ പറയുക, യൂറോപ്യൻ ബാങ്ക് ചീഫ്, യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ചീഫ്. അപ്പോൾ പുള്ളിക്കാരത്തി വന്നിട്ട് എന്താണ്, യൂറോയെ മുകളിലോട്ട് എത്തിക്കണം. ഓക്കെ, സോ ഈവൻ നമ്മുടെ ഇപ്പം ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ പല രാജ്യങ്ങൾക്കും അതൊരു പ്രശ്നമായിട്ട് അഫക്റ്റഡ് ആവുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം ലോക കമ്പോളത്തിൽ ഇപ്പം ഇന്ത്യൻ റുപ്പീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് US ഡോളറിനെ വെച്ചിട്ട് എത്ര ആയി എന്നുള്ളതാണ്, അല്ലേ? സോ അത് പല രാജ്യങ്ങൾക്കും ഇപ്പം പെട്ടെന്ന് പുള്ളിക്കാരൻ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാ രാജ്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. ഓക്കെ, സോ ആ ബുദ്ധിമുട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം, നമുക്കത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ചീഫ് ലഗാർഡിൻ്റെ സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇന്ന്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും, നിങ്ങൾ നോക്കിയാൽ മതി. റീസെൻറ്റ് സ്പീച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും, പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കണം എന്നുള്ളതാണ് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുള്ളത്. സോ ഉറപ്പായിട്ടും അത് മാർക്കറ്റിനെ നല്ല രീതിയിൽ തന്നെ അഫക്റ്റഡ് ആക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കാതിരിക്കുക. എനിക്കത് നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് യൂറോയിൽ. സോ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ള 1.100 എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിലോട്ട് മാർക്കറ്റ് എത്തിപ്പെടും എന്നുള്ളൊരു കാര്യവും ഓൾമോസ്റ്റ് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. 1.100 മാർക്കറ്റ് എത്തും. അവിടുന്ന് മാർക്കറ്റിൽ നല്ലൊരു ബൈ പോയിന്റ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യൂറോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടിൽ കൂടുതൽ പൈസ ആക്കുക എന്നുള്ളതാണ്. മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി അടുത്ത ആഴ്ച ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് യൂറോയിൽ 1.100 എന്ന് പറയുന്ന സ്വപ്ന പ്രൈസ്
നമുക്ക് കിട്ടേണ്ടതാണ് എന്ന് ഉള്ളതാണ് എനിക്ക് നിങ്ങളുടെ എടുത്ത് പറയാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ അവിടെ നമുക്ക് ചിലപ്പം ഒരു ബൈ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1000-1500 പിപ്പ് നമുക്ക് മൂവ്മെൻറ്റ് കിട്ടും. സോ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനിപ്പം നമ്മുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് കൊടുക്കുന്ന വെൽത്ത് വേ എന്ന് പറയുന്ന ഒരു ബ്രോക്കറാണ് അല്ലേ. സോ ആ ഒരു പർട്ടിക്കുലർലി ഇപ്പോൾ ഒരു ബോണസ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. 20-30% ബോണസ് പ്രോഗ്രാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു $10,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് $13,000 ആയിരിക്കും അവരുടെ ഇക്വിറ്റിയിൽ ഉണ്ടാവുക. 3000 എക്സ്ട്രയാണ്. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു എന്താ പറയുക, ഒരു 0.3 ലോട്ടൊക്കെ എക്സ്ട്രാ എടുക്കാൻ പറ്റും. ഈ പറയുന്ന യൂറോയിലൊക്കെ ഒരു 0.3 ലോട്ടൊക്കെ എക്സ്ട്രാ എടുക്കാം. അത് ഭയങ്കര പവർഫുള്ളാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് തന്നെ പോവുക എന്നുള്ളൊരു കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, അതേപോലെ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ട്രേഡിംഗ് അല്ല. ഓക്കെ, ഇന്നത്തെ ദിവസമൊക്കെ വളരെ വലിയ പൊളിറ്റിക്കലായിട്ടുള്ള ന്യൂസുകളുണ്ട്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അൺസർട്ടനിറ്റിയാണ്, ഗോൾഡ് മുകളിലോട്ട് തന്നെ പോകും എന്നുള്ളതാണ് അനുമാനം, അറിയില്ല എന്നുള്ളതാണ്. GDP അനൗൺസ്മെൻറ്റ്, അതിൻ്റെ കൂടെ പൊളിറ്റിക്കലി ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ കൊണ്ടിട്ട് എനിക്ക് അറിയില്ല. മാറി നിൽക്കാനാണ് എൻ്റെ പ്രിഫറൻസ്. പക്ഷേ അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് പോവുകയാണ്. ഓക്കെ, GBPയിലോട്ട് വരുമ്പോൾ GBP കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.34666 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ട് എന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 1.3500 അവിടെ നിന്ന് ചെറിയൊരു സെല്ലെടുത്ത് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. GBP ഞാൻ ഒരിക്കലും സെല്ലെടുക്കാൻ പറയുന്ന ഒരു പ്രോഡക്റ്റ് അല്ല എങ്കിൽ പോലും വേണമെങ്കിൽ നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി എടുത്ത് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ്. നല്ല ഓപ്പർച്യൂണിറ്റി എപ്പോഴും 1.300 തന്നെയാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു പോകുന്നു. ഓക്കെ, നമ്മുടെ സ്വന്തം ഗോൾഡിലോട്ട് വരുമ്പോൾ, ഗോൾഡ് ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3284. ഇവിടുന്ന് എങ്ങോട്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്നലെ നമുക്ക് 3252 എന്നൊക്കെ അവിടെയൊക്കെ ഒരു മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് റീട്രേസ് ചെയ്ത സമയത്ത് അവിടുന്ന് ഞാൻ ചെറിയൊരു ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. മുകളിലോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പക്ഷേ ഞാൻ ഇവിടുന്ന് എടുത്ത ബൈയെ ഞാൻ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ അവിടെ തന്നെ 54 അവിടെ തന്നെ ഞാനൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടു. 52 അവിടുന്ന് 54 അവിടുന്ന് സ്റ്റോപ്പ് ലോസ് മാറ്റി ഞാൻ മുകളിലോട്ട് വെച്ചു. ഓക്കെ, സോ ആ ട്രേഡ് ഇനിയിപ്പോൾ താഴോട്ട് പോയാലും നമുക്ക് കിട്ടാനുള്ള $1 പ്രോഫിറ്റ് കിട്ടും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അതായത് ലോസിലോട്ട് പോകത്തില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. സോ അതായത് മാർക്കറ്റ് ജമ്പപ്പോ ജമ്പ് ഡൗണോ ഒന്നും ചെയ്തില്ല. ജമ്പപ്പൊക്കെ ചെയ്താൽ നമുക്കറിയില്ല കേട്ടോ. സോ അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ഞുണുക്ക് പരിപാടികളൊക്കെ ഇതിനകത്ത് ചെയ്യാം, ലോസുകളിൽ വരാതിരിക്കാനായിട്ട്. ഓക്കെ, സോ മാർക്കറ്റ് ഞാൻ എത്രയും മുകളിലോട്ട് വന്നോണ്ട് ഏകദേശം ഞങ്ങളിപ്പം ഓൾമോസ്റ്റ് ഞാനൊരു ലോങ്ങർ ടേമിലോട്ട് ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു പൊസിഷൻ. കാരണം മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്, അൺസർട്ടനിറ്റി വീണ്ടും വന്നു. പ്രതീക്ഷിക്കുന്ന റേഞ്ച് ഇച്ചിരി 3000 മുകളിൽ, 3300 മുകളിൽ 3350 വരെയൊക്കെ ചിലപ്പോൾ ഇന്നോ നാളെയായിട്ട് പോയേക്കാം. ഓക്കെ, സോ അതുകൊണ്ടിട്ട് പൊളിറ്റിക്കലി ന്യൂസുകളൊന്നും വേറെ ഒന്നും വന്നില്ല എങ്കിൽ അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഇതൊരു ലോങ്ങർ ടേമിലോട്ട് കിടക്കട്ടെ എന്നുള്ള കാര്യമാണ്. ഓക്കെ, അതുകൊണ്ടിട്ട് നമുക്ക് നിങ്ങളടുത്തും എനിക്ക് പറയാനായിട്ട് ലോങ്ങർ ടേമിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നല്ലൊരു ബൈ പോയിന്റ് എവിടെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, ഇനി നമുക്ക് 3284 മുകളിലായിട്ടാണ് 10 മണിക്ക് UK ടൈമിംഗ് 10 മണിക്കുള്ള ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്ക് 80 മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പണിംഗ് എങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇന്ന് GDP അനൗൺസ്മെൻ്റ് ആണ്. അതേപോലെ US മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ വളരെ വലിയ ചാഞ്ചാട്ടം മാർക്കറ്റിലുണ്ടാവും. അങ്ങനെ എങ്ങാനും നിങ്ങൾ 80 മുകളിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ 70 താഴെയായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഓക്കെ, 68-67 റേഞ്ചിൽ അങ്ങനെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ
എന്താ പറയുക, മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി ഒരു 90-95 ലെവലിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ഈ 68 വെച്ച് സ്റ്റോപ്പ് ലോസ് എടുത്ത് മാറ്റി 80 ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ 81-82 നിങ്ങൾക്ക് വെക്കാം. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ലോസിലോട്ട് പോകത്തില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലായി. കാരണം നമുക്ക് പലപ്പോഴും നമ്മുടെ ഇമോഷൻസ് വർക്കാവുന്നത് നമ്മൾ ഒരു ട്രേഡ് പൊസിഷൻ എടുത്ത് നമ്മളൊരു അതിനകത്ത് ചിലപ്പം നമ്മളൊരു $100-200 പ്രോഫിറ്റ് കണ്ടു, ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് തിരിച്ചു വന്ന് നമ്മൾ ആ സ്റ്റോപ്പ് ലോസിൽ അടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ, അതാണ് ഇമോഷണൽ പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു കാര്യം ഇപ്പം എന്താ പറയുക, എല്ലാ ആൾക്കാർക്കും ഉണ്ടാവുന്നൊരു കാര്യമാണ്. സോ അടുത്ത പെട്ടെന്ന് തന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു ലോസ് റിക്കവർ ചെയ്യണം എന്ന് നമ്മുടെ മാനസിക അവസ്ഥ കൊണ്ട് നമ്മൾ ചിന്തിച്ച് പോകും. അതിലൂടെ നമ്മൾ ലോസുകൾ ഉണ്ടാക്കും അല്ലേ. ഇതാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ 89 വന്നു കഴിഞ്ഞാൽ 89 എനിക്കൊരു ബൈ ഉണ്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ 300 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്ന ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഞാൻ 90 അവിടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് മാറ്റി വെക്കും. ഓക്കെ, ഇതാണ് ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പം അത് അങ്ങനെ തന്നെ ചെയ്തു പോവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കുക. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കുക. ഓക്കെ, ഞാനും ഇതേപോലെ തന്നെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് പഠിച്ച ആളാണ്. ഓക്കെ, നിങ്ങൾക്കും പല ആൾക്കാരും അങ്ങനത്തുള്ള ആൾക്കാരുണ്ടാവും. അതുകൊണ്ടിട്ടാണ് ഞാൻ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട് പറയുന്നത്. കോഴ്സ് പഠിക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നൊരു മാർക്കറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ലൈവ് പ്രോഗ്രാം ഉണ്ട്. അതും വിത്ത് സംബഡി ഹൂ ഈസ് മോർ എക്സ്പീരിയൻസ്ഡ് ദാൻ മീ. ഓക്കെ, സോ അങ്ങനത്തുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ അങ്ങനത്തുള്ള ആൾക്കാർ ആയിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യാം. അതുകൊണ്ടിട്ട് തന്നെ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഈ ഒരു കാര്യം പഠിച്ചെടുക്കാനായിട്ടും നമ്മൾ സാധിക്കും. അല്ലെങ്കിൽ അതിനുള്ളൊരു ഹെൽപ്പും അതിനുള്ളൊരു സപ്പോർട്ടും നമ്മൾ തരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.